ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നല്ലൊരു നാടൻ ഒഴിച്ചുകറിയാണ് കാണിക്കുന്നത്. ചേമ്പ് വെച്ചിട്ടുള്ള നല്ലൊരു ടേസ്റ്റുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ചേമ്പ് കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ ഇതുപോലെ 2 തണ്ട് ചേമ്പാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ വളപ്പിൽ നിന്ന് കിട്ടിയ ചേമ്പ് തന്നെയാണ്. ഇനി ഇതേപോലെ തൊലി കളഞ്ഞിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ചേമ്പിൻ്റെ തൊലി കളയാതെയാണ് ഒരു മുളകൂഷ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ പേര് ചോദിച്ചിരുന്നു, തൊലി കളയാതെ ആകുമ്പോൾ അത് ചൊറിയില്ലേ, ടേസ്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെ. ആ കറി തൊലി കളഞ്ഞിട്ടും കളയാതെയും ഉണ്ടാക്കാം. തൊലി കളയാതെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് കുറച്ചിങ്ങനെ ഒരു വഴുവഴുപ്പോടുള്ള ഒരു കറിയായിരിക്കും. തൊലി കളഞ്ഞിട്ടാണെങ്കിൽ അത്ര തന്നെ ഉണ്ടാവില്ല, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ വെന്ത് കഴിഞ്ഞാൽ ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇത് ഞാൻ ഇപ്പോൾ തൊലി കളഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ഒരു പിടി തോരപ്പരിപ്പ് കഴുകിയതിൻ്റെ ശേഷം കുക്കറിൽ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കുകയാണ്. ഇത് അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോഴേക്കും ഇതിലേക്കുള്ള മസാല പെട്ടെന്നൊന്ന് ചൂടാക്കി എടുക്കാം. കടായി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു ചുവന്നുള്ളി, ചെറുതാണെങ്കിൽ 2 ചുവന്നുള്ളി ഇടാം. എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വറക്കുക കേട്ടോ. അതിൻ്റെ ആ കളറൊന്ന് മാറണം, അതുവരെ ഒന്ന് വറക്കുക. കുറച്ച് കറിവേപ്പില കൂടി ഇപ്പം ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് വറക്കുക. അതിൻ്റെ കളറ് നന്നായിട്ട് ഇപ്പോൾ ഒന്ന് മാറിയിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് പൊടികൾ ചേർക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇങ്ങനെ വടിച്ചിട്ട് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടോ, അധികം ആവരുത്. പിന്നെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, അത് എരിവ് നോക്കിയിട്ട് കൂട്ടിയോ കുറച്ചൊക്കെ ചേർക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറക്കുക. അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറണം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്തതിൻ്റെ ശേഷം വലിയൊരു പിടി നാളികേരം ഇടുക. ഒരു പിടി ഇട്ടാൽ മതി, കൂടുതലൊന്നും വേണ്ട. എന്നിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്താൽ മതി. നാളികേരം ഇതിൽ വറക്കൊന്നും വേണ്ട, നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിരിക്കണം. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഈ പരിപ്പ് വെന്ത് ഉടഞ്ഞു പോകാത്ത രീതിയിൽ വേവിക്കണം. കുറേ നേരമായിട്ട് വേവിക്കരുത് കേട്ടോ, കാരണം നമുക്ക് ചേമ്പ് ഇട്ടിട്ട് വീണ്ടും വേവിക്കേണ്ടതാണ്. അപ്പം അതിനനുസരിച്ചാണ് വേവിക്കാവൂ. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടാണ് ഞാൻ പരിപ്പ് വേവിച്ചിട്ടുണ്ടായിരുന്നത്. അത് പറയാൻ വിട്ടുപോയതാണ്, കാണിക്കാനും വിട്ടുപോയി. പിന്നെ ഇതിലേക്ക് ഒരു മീഡിയം സൈസിലെ സവാള, കുറച്ച് വലുതായിട്ട്, ഇങ്ങനെ വല്ലാതെ നൈസാക്കിയിട്ട് സ്ലൈസ് ചെയ്യൊന്നും വേണ്ട, പിന്നെ മുറിച്ചത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ആ ചേമ്പും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്ന ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ആ പ്രഷർ റിലീസ് ചെയ്ത് കളയുക കേട്ടോ. അല്ലെങ്കിൽ ഇത് വല്ലാതെ വെന്ത് കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. കുറച്ച് ആ പ്രഷർ കളയുക എന്നിട്ട് കേട്ടോ. അപ്പോൾ പ്രഷറൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്തു. നന്നായി തിള വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളി ചേർക്കാം. ഇത് വെന്ത് ഉടഞ്ഞു പോകരുത് കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കണം ഈ കഷ്ണം വേവിക്കുമ്പോൾ. ഇനി ഇതിലേക്ക് ആവശ്യത്തിലുള്ള പുളി ഒഴിക്കുക. ഞാനിപ്പോൾ ഒരു ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞിട്ടാണ് ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ചേമ്പിൽ എപ്പോഴും പെട്ടെന്ന് പുളി പിടിക്കും. അപ്പോൾ കുറച്ച് പുളിയാണ് ഒഴിക്കാവൂ, കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ എല്ലാം കൂടിയിട്ട് കൊളാവും. പുളി ഒഴിച്ചിട്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പ് കൂടിയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് പുളി തിളയ്ക്കണം. പുളി നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രം അരപ്പ് ചേർത്താൽ മതി കേട്ടോ. ഒരു 3-4 മിനിറ്റ് പുളി നന്നായിട്ടൊന്ന് വേവട്ടെ. അപ്പോൾ അത് പുളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിന് ശേഷം മാത്രം ഈ അരപ്പ് ചേർക്കുക. അരപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. മിക്സർ ജാറ് കഴുകിയിട്ട് വെള്ളമൊക്കെ ഒഴിക്കുക. പിന്നെ ഇനി ഇതിൽ വെള്ളം ഒഴിക്കുമ്പോൾ ചൂടുള്ള വെള്ളം ഒഴിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ, തണുത്ത വെള്ളം ഒഴിക്കരുത്. തിളക്ക് വന്നതിന് ശേഷം ഉപ്പൊക്കെ നോക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി അവസാനം ഇതിലേക്ക് കുറച്ച് ശർക്കരയാണ് ചേർക്കുന്നത്. ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ആയാലും മതി. ശർക്കര ആ പുളിയുടെ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശർക്കര ചേർക്കുന്നത്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുക. ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇതിലേക്ക് വറുത്തിടാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ, 2-3 ഉണക്കമുളക്, അതുപോലെ തന്നെ ഒരു പിടി കറിവേപ്പില കൂടി ചേർത്തിട്ട് മൂപ്പിച്ചിട്ട് കറിയിലേക്ക് ഒഴിക്കുക. കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കുക കേട്ടോ. ചോറിനൊപ്പം കഴിക്കാൻ, ദോശയ്ക്കൊപ്പമൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇഡ്ഡലിക്കൊപ്പമൊക്കെ കഴിക്കാം. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ഷെയർ ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പം നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക്